ഗണേഷ് കുമാർ സാറിനെ കണ്ട ഒരു കാര്യം നേരിട്ട് പറയണമെന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും ഞങ്ങളുടെ ജനപ്രിയ സർവീസായ ATK 156 കൊട്ടാരക്കര കോയമ്പത്തൂർ ഓടിക്കുന്ന ഒരു വണ്ടിയായിരുന്നു. കൊട്ടാരക്കര കോയമ്പത്തൂർ ആ വണ്ടിയിൽ 5 വണ്ടിയുള്ളത് ATK സീരീസ് 2 എണ്ണം ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിപ്പോയി. പക്ഷേ ATK 186 എന്ന് പറയുന്ന ഒരു വണ്ടി ഇവിടുത്തെ പല ജീവനക്കാർക്കും ഫാൻസുകാർക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വണ്ടിയായിരുന്നു. വെച്ചാൽ ഇതാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വണ്ടി. ഞാൻ എണ്ണിക്കുന്നതും ഉറങ്ങുന്നതും ഇവനെ കണ്ടിട്ട്. എൻ്റെ ഫോൺ കവർ പോലും ഞാൻ ഈ വണ്ടിയുടെ ഫോട്ടോ ഇട്ടേക്കുന്നത്. എനിക്ക് അത്രത്തോളം പ്രിയപ്പെട്ട വണ്ടിയാണ്. ഓരോ ദിവസം ഓരോ നിമിഷവും ഞാൻ ഇതിനെ കണ്ടോണ്ടായിരിക്കുന്നത്. ഒരുപാട് ആഗ്രഹമുണ്ട്. സാറിനെ കണ്ടൊന്ന് എനിക്ക് പറയണമെന്നുണ്ട്. ആ വണ്ടി തിരികെ ഞങ്ങളുടെ കൊട്ടാരക്കലായിട്ട് വേണമെന്ന്. പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് ഈ KSRTC ബസ്സിനെ ഒരു തരത്തിൽ അവജ്ഞയോടെയാണ് കാണുന്നത്. ആധുനിക കാറുകളും ബൈക്കുകളും ഒക്കെ കിടക്കുമ്പോൾ KSRTCയിലെ യാത്ര പോലും പലർക്കും അത്ര താല്പര്യമുള്ളതായിരിക്കില്ല. എന്നാൽ ഇവിടെ വ്യത്യസ്തമായൊരു പെൺകുട്ടി ഗ്രാമീണ മേഖലയിൽ ആനക്കോട്ട് സ്വദേശി അക്ഷര +2 വിദ്യാർത്ഥിനിയാണ്. അക്ഷരയുടെ വലിയൊരു ആഗ്രഹം താൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു ATK സീരീസിലെ ഒരു വണ്ടി, അതും കൊട്ടാരക്കര കോയമ്പത്തൂർ ഓടിക്കൊണ്ടിരുന്ന ഒരു ബസ്. ആ ബസ്സിൻ്റെ ഫോട്ടോയാണ് അക്ഷരയുടെ ഫോണിൻ്റെ പിന്നിലുള്ളത്. രാവിലെ ഉണരുന്നത് പോലും ഈ ബസ് കണ്ടാണ്. അക്ഷരയുടെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ വിഷമം, ഈ ബസ് കൊട്ടാരക്കര ഡിപ്പോയിലെ വാഹനമായിരുന്നു. ഇത് കോട്ടയത്തേക്ക് അടുത്തിടെ എടുത്തു മാറ്റി. ഈ വാഹനം തിരികെ കിട്ടണമെന്നാണ് ആഗ്രഹം. ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിനെ നേരിട്ട് കാണാൻ ഒരു സാഹചര്യം കിട്ടിയാൽ ഈ വണ്ടി തിരികെ കൊട്ടാരക്കര തങ്ങളുടെ പ്രിയപ്പെട്ട ഒരുപാട് ഫാൻ അസോസിയേഷൻ, ഒരുപാട് ഫാൻകാർ ഈ ബസ്സിനുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് തിരികെ കൊണ്ടുവരണമെന്നാണ് ഈ പെൺകുട്ടിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. വലിയൊരു പ്രതീക്ഷയോടെയാണ് ഗണേഷ് കുമാർ ഇത് കാണുമെങ്കിൽ ഒരുപക്ഷെ തനിക്ക് നേരിട്ട് കാണാനൊരു സാഹചര്യം കൂടി ഒരുക്കുമെന്ന പ്രതീക്ഷയിലാണ് അക്ഷര. ഞാനിവിടെ 156-നെ ഒരു 221 ദിവസത്തിന് ശേഷം ആദ്യമായിട്ട് ഇവിടെ കണ്ട്. അവൻ ട്രാൻസ്ഫറായി പോയിട്ട് പിന്നെ ഇങ്ങോട്ടൊന്ന് കണ്ടിട്ട് പോലില്ല. പിന്നെ എന്തോ കോട്ടയത്ത് നിന്ന് എന്തോ ഒരു ഷെഡ്യൂൾ ഇതുവഴി പോയോണ്ട് അവനെ കാണാൻ വേണ്ടി ഇവിടുത്തെ സാറുമാരോട് ഞാൻ ചോദിച്ച് അവിടെ അന്വേഷിച്ചിട്ട് അവനെ കാണാൻ വേണ്ടി 221 ദിവസം ഞാൻ ദിവസങ്ങൾ എണ്ണി അവനെ കണ്ട്. ആ ഒരു ദിവസം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, കണ്ണിൽ ഭയങ്കരമായിട്ട് സങ്കടവും വന്ന് എന്തെന്നറിയത്തില്ല. പിന്നെ പിറ്റേന്ന് ബസ്സിനെ പറ്റി അന്വേഷിച്ച് ഒരു ദിവസം അവനിങ്ങനെ ഗ്രില്ലെങ്ങാണ്ട് സൈഡ് തട്ടി ചെറുതായിട്ടൊന്ന് വളഞ്ഞിരിക്കുന്നു. അത് കണ്ടപ്പം വല്ലാതെ മനസ്സിൽ ഭയങ്കര സങ്കടം. ഞാൻ അന്നത്തെ ദിവസം ക്ലാസ്സിന് പോലും പോയില്ല. ഞാനിവിടെ സാറിനോട് വന്ന് ഉണ്ണി സാറിനോടും ജോസാറിനോടും വന്നിങ്ങനെ വിഷമം പറയാം. വണ്ടി അവരോട് ഇങ്ങനെ തട്ടി ഇങ്ങനെ എനിക്കത് കാണാൻ സങ്കടം വരുന്നു. എങ്ങനെയെങ്കിലും അതിനൊന്ന് ശരിയാക്കണം, എങ്ങനെയെങ്കിലും നമ്മുടെ കൊട്ടാരക്കൽ എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇപ്പം എനിക്ക് വണ്ടി ഒരു മനുഷ്യനെ പോലെയാണ്. 156 എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തം പോലെ ഇത്രയ്ക്കും ഇഷ്ടമാണ്. അപ്പോൾ അതിനെന്തോ ഒരു ചെറിയൊരു പ്രശ്നം വന്നാൽ പോലും ആ ദിവസം ഞാൻ മൊത്തം ഇരുന്ന് കാര്യം. എനിക്ക് അത്രയ്ക്ക് ഏറെ പ്രിയപ്പെട്ട വണ്ടിയാണ് അത്. KSRTC പൊതുവെ ഇഷ്ടമാണെങ്കിൽ ആ വണ്ടി ഒരു പടി മേളിൽ അത്രയ്ക്കും ഇഷ്ടമാണ്. ആണ്. ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ സാർ ഇത് കണ്ട് അനുകൂലമായിട്ടൊരു തീരുമാനം എടുക്കുമെന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ്. ഒന്നാമത് ഇവിടുന്ന് കുറേ നാളോളം കൊട്ടാരക്കര കോയമ്പത്തൂർ സർവീസിൽ പോയിക്കൊണ്ടിരുന്നൊരു വണ്ടിയായിരുന്നു. അങ്ങനെ ആ ഒരു ഏകദാന്തൻ്റെ മണ്ണിൽ നിന്ന് പഴനിയാണ്ടവൻ്റെ മണ്ണിലേക്ക് പോയ ആ ഒരു വണ്ടി, ആ ഒരു ഡയലോഗ് പോലും ആ ഒരു വണ്ടിയിൽ നിന്നുണ്ടായതാണ്. അത്രയ്ക്കും ഇഷ്ടമായി. ആ ഒരു പേര് കേൾക്കുമ്പോഴും ഒരു വണ്ടിക്ക് ഇവിടെ നല്ലൊരു ഫാൻ ബേസും ഉണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടി ഇവിടെ വിട്ടിങ്ങനെ പോയത് വല്ലാത്തൊരു സങ്കടമാണ്. അപ്പോൾ തിരിച്ചതിനെ ഒന്ന് വേണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു ഇങ്ങോട്ടേക്ക്. അത്രയും നാൾ കൊട്ടാരക്കര കോയമ്പത്തൂർ സേവനം അനുഷ്ഠിച്ച് അത്രയും ആ വണ്ടിയോട് നമ്മൾ അറിയാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോരുന്നു. ഈ ഒരു അന്യ സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ തന്നെ ആ വണ്ടിയോടുള്ള ഭയങ്കര ഇഷ്ടം. അത് കുറേ വർഷങ്ങൾ കൊണ്ടുള്ള സർവീസ് ആയതുകൊണ്ട് ആ വണ്ടിയോട് എന്തോ അത്രയ്ക്കും ഇഷ്ടമായിപ്പോയി. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഷിഫ്റ്റ് വന്നതുകൊണ്ട് ആ വണ്ടി കോട്ടയത്തേക്ക് ട്രാൻസ്ഫർ ആയത്. അപ്പോൾ ആ ഒരു ബാക്കി 5 വണ്ടികൾ ഈ 2 വണ്ടികൾ തന്നെ ട്രാൻസ്ഫറായി വേറെ ഡിപ്പോയിലെ ആ വണ്ടികൾക്ക് വരെ ഇങ്ങോട്ടേക്ക് വന്ന്. അപ്പം ഈ വണ്ടി ട്രാൻസ്ഫർ ആയതുകൊണ്ടാണ് ആ വണ്ടി ഇങ്ങനെ വന്നത്. പക്ഷേ ഞങ്ങളുടെ 156 കോട്ടയം പോയ 156 തിരികെ ഇവിടെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എങ്ങനെയും ഗണേഷ് കുമാർ സാർ ഇത് കണ്ട് ഞങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം എടുക്കുമെന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് സാറിനോട് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ATK 156 എന്ന് പറയുന്നത് ഇവിടുന്ന് കോട്ടയം ട്രാൻസ്ഫറായ നേരത്തെ കൊട്ടാരക്കര കോയമ്പത്തൂർ പൊയ്ക്കൊണ്ടിരുന്ന ATK 156 തിരികെ ഞങ്ങളുടെ കൊട്ടാരക്കര എത്തിച്ച് ഏതെങ്കിലും ഒരു പുതിയ സർവീസിലോ അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും ഒരു സർവീസിലോ ഉൾക്കൊള്ളിക്കണമെന്ന് മതിയായ ആഗ്രഹമുണ്ട്.